was anointed only when that he faced Goliath, that the real power and authority of the Holy Spirit that was poured into him was shown. നമ്മുടെ അഭിഷേകമുണ്ട്. We have the anointing. നമ്മുടെ അധികാരമുണ്ട്. We have the power. നമുക്ക് ശക്തിയുണ്ട്. We have the പരിശുദ്ധാത്മാവുണ്ട്. We have the Holy Spirit. നമ്മുടെ പ്രതികൂല മേഖലകളിൽ ഈ പാമ്പ് പ്രവർത്തിക്കുന്ന ഇത് വാക്കുകൾ നിങ്ങൾ മറക്കരുത്. നമ്മുടെ പ്രതികൂല മേഖലകളിൽ ഈ പാമ്പ് പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ നമ്മിൽ പകർന്നിരിക്കുന്ന അധികാരം പുറത്തു വരണം. Must come in other circumstances when the enemy works mightily against you. ഒരു ഭയങ്കര മനുഷ്യൻ ഗോലിയാത്ത് ദാവീദ് അവന്റെ അരവരെ വരത്തുള്ളൂ. അവന് പ്രായവും പക്വതയും വാളുപയോഗിച്ച് ശരിക്കും പരിചയവും കുന്തം ഉപയോഗിച്ച് ശരിക്കും പരിചയവും ഒക്കെ കൂടെയായി പരിചയ സമ്പന്നനായ ശൗല് പറയുന്നത് അവൻ പരിചയ സമ്പന്നനായ ബാല്യം മുതൽ അവൻ യോദ്ധാവാണ്. Goliath was a big man. He was a giant, having all the experience in warfare, and even Saul says about Goliath the same thing. ഈ ബാല്യം മുതൽ യോദ്ധാവായ ഈ ഗോലിയാത്തിന്റെ അടുക്കലേക്ക് ദാവീദ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഗോലിയാത്ത് പറയുക, നീ എന്നടാ എന്റെ നേരെ ഈ വടിയുമായിട്ട് വരുവാൻ ഞാൻ എങ്ങാണ്ട് നായാണ്. This Goliath who was a mighty man, when David faces him, asking him, am I a dog that you come against me with a stick? ഞാനിന്ന് നിന്നെ കൊന്ന് നിന്റെ ശരീരം ആകാശത്തിലെ പറവകൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും കൊടുക്കും. I am going to kill you today, and that your body will be given to the fowls of the air and the beasts of the field. ഏതൊരു മനുഷ്യനും ഗോലിയാത്തിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പതിയെ പിറകോട്ട് വലിഞ്ഞ് രക്ഷപ്പെടാനുള്ള പഴുത് അന്വേഷിക്കുക സ്വാഭാവികമായി ചെയ്യാം. It is natural that any man would, by hearing these words from Goliath, would look for a chance to retreat and save his own life. അത് അവിടെ തന്നെ വ്യാഖ്യാനം പറയുന്നു, ദാവീദ് പവിഴ നിറമുള്ളവനും കോമളനും അത് ബാലനുമായിരുന്നു. ബാലനായ ദാവീദ് ഗോലിയാത്തിനോട് പറയുക, നീ വേലും കുന്തവുമായിട്ട് എന്റെ നേരെ വരുന്നു. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. David says that you are coming against me with the sword and spear, but I come against you in the name of the Lord of God of Israel, whom you despise today. ഇന്ന് ഞാൻ നിന്നെയും ഈ ഫെലിസ്ത്യ പരീക്ഷകളെ മുഴുവനും കൊന്ന് ആകാശത്തിലെ പറവകൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും കൊടുക്കും. ഇത് പറയുക മാത്രയിൽ ദൈവശക്തി കൊണ്ട് അധികാരം കൊണ്ട് ദാവീദ് മുമ്പോട്ട് ഓടുക. അവൻ എത്ര കാര്യം ഒരേ സമയം ഈ ദൈവശക്തി കൊണ്ട് ചെയ്തെന്നറിയാമോ? Do you know, by the anointing, by the power of the Holy Ghost upon him, how many things David did? He challenged Goliath and the Philistines and told them he was going to kill them, and at the same time he was rushing forward to meet this giant. ഒരു സഹോദരിയെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. തന്റെ മേഖലയിൽ നിൽക്കാൻ കഴിയാതെ, അയ്യോ ഞാനൊരു പാവമാണ്, അയ്യോ എനിക്ക് ബലമില്ലേ, അയ്യോ ഞാൻ ക്ഷീണിക്കുന്നേ, ഞാൻ പരീക്ഷയിൽ തോക്കുന്നേ, ഞാൻ ജോലിയിൽ ബലഹീനയാകുന്നേ, ഞാൻ കുടുംബത്തിൽ ബലഹീനയാകുന്നേ. എല്ലാ മേഖലയിലും ശത്രുവിന്റെ പോരാട്ടത്താൽ പുറകിൽ പോകുന്ന ഒരു സഹോദരിയെ ദൈവത്തിന്റെ ആത്മാവിന് രാത്രി കാണുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടും തോറും പിശാച് നിങ്ങളെ വാടും. ദാവീദ് എന്താ ചെയ്തത്? അവൻ മുമ്പോട്ട് ഓടി. And he ran towards Goliath. പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ശക്തിയുടെ പ്രത്യേകത, ശക്തി പിറകോട്ട് പോകുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ രാവിലെ ഒരു യോഗം കഴിഞ്ഞു.
I had a meeting in the morning. ഡാളസിലാണെങ്കിൽ ഫുൾ പ്രോഗ്രാമായിരുന്നു. I had a full schedule while I was in Dallas. ഒരു കാറിൽ നിന്നും അങ്ങോട്ട് ഇറങ്ങി അടുത്ത കാറിൽ കയറി, അങ്ങോട്ട് ഇറങ്ങി അടുത്ത കാറിൽ കയറി, അങ്ങോട്ട് ഇറങ്ങി അടുത്ത കാറിൽ കയറി, അങ്ങോട്ട് ഇറങ്ങി അടുത്ത കാറിൽ കയറി. ഒരു ദിവസം ഇങ്ങനെ പറക്കുക, നിലത്ത് കാല് കൊടുത്തില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ. പത്തും 20 പ്രോഗ്രാമുകൾ. I was my schedule was so hectic and busy that I didn't have any time to rest while I was in Dallas. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ഈ നിൽക്കുന്ന ഒരു കാറിൽ നിന്നും കയറി ബ്രദറിന്റെ കൂടെ ഇവിടെ വരുക. And as I came to Houston also, the thing remains the same, that I am very busy. നിങ്ങൾ കണ്ടായിരുന്നു? ഞാൻ അവിടെ തൂങ്ങി. Because of the hectic schedule that I have had, I almost fell asleep while I was sitting in this chair. ചില യോഗത്തിന് ചെന്നിരിക്കുമ്പോ നല്ല ആൾക്കൂട്ടമായിരിക്കും. നമ്മൾ ഇങ്ങനെ തൂങ്ങുമ്പോൾ പാസ്റ്ററൊക്കെ അറിയാതിരിക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് കഴിയുമ്പോഴൊക്കെ കാര്യം. പക്ഷെ വിശ്വാസികൾ വന്നിരുന്നത് ഒരു കിളവനെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു. ഉറക്കം തൂങ്ങി കിളവൻ. Pastors may understand the power of God that is in me, but many times because of the physical fatigue that is in me, the believers may think that I am not that good as they say. പക്ഷേ ശുശ്രൂഷിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റ് കഴിയുമ്പോ ദൈവശക്തി എന്നിൽ ഇല്ല, എർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ പാഞ്ഞിങ്ങനെ ദൈവശക്തി വ്യാപിക്കും, ഇങ്ങനെ ദൈവശക്തി ഇങ്ങനെ വ്യാപിക്കും. എനിക്ക് ഇങ്ങനെ അനുഭവപ്പെടുകയാണ്. But once when I stand to minister the power of God will come through me like electricity. ഈ കൈ അങ്ങോട്ട് രോഗികൾക്ക് മേൽ വയ്ക്കുമ്പോൾ തന്നെ ഈ ദൈവശക്തി അവനിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ട്രാൻസ്ഫോമറിൽ നിന്ന് വ്യാപരിക്കുന്നത് പോലെ വ്യാപരിച്ച് അവർക്ക് സൗഖ്യമാകുക. ശക്തിയുടെ പ്രത്യേകത അതൊരിക്കലും പിറകോട്ട് ഓടത്തില്ല. വിമാനം പിറകോട്ട് ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം TV നിങ്ങൾ കണ്ടു കാണും. മേൽപോട്ട് പറന്ന വിമാനം താഴോട്ട് അമേരിക്കയുടെ ഒരു വിമാനം ഇങ്ങനെ അങ്ങോട്ട് പറന്നു. പക്ഷേ അതിൻ്റെ ജെറ്റ് ബലഹീനമായി താഴോട്ട് വരിക. അത് ആ വിമാനം തകർന്ന് വീണു. സ്തോത്രം. അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാർ മുഴുവനും മരിച്ചു. If an aeroplane goes forward as it takes off, when it loses the power, it will come down and will fall and people perish along with it. ശക്തി മുന്നോട്ടേ പോകത്തുള്ളൂ. That the power will take you only forward. ദൈവശക്തി കൊണ്ട് നിറഞ്ഞ ദാവീദ് മുമ്പോട്ട് ഓടി കവണയിൽ കല്ലെടുത്ത് വെച്ചു. അത് കല്ല് ചുഴറ്റി ഗോലിയാത്തിന് എറിയുന്നു. ഗോലിയാത്ത് കിലുകിലുകിലെന്ന് കവിഴ്ന്ന് വീഴുന്നു. ഒരു മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് എത്ര കാര്യമാണ് ചെയ്യുന്നത്. Do you know how many things David did by the power of the Holy Ghost of the anointing? He charged forward towards Goliath. He took his sling, put the stone, and he aimed at the Gentile and killed him. അതേ ദാവീദ് പറയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. നീ എന്റെ ദൈവത്താൽ മതിൽ ചാടി കടക്കും. Says that I will charge through the troop by you and I will leap over the wall. എന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കുന്നവൻ എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. He makes my feet to be like hinds feet and make me to stand upon the hill. ദൈവശക്തി നമ്മെ മുന്നോട്ടാണ് നയിക്കുന്നത്. The power of God will take us forward.